പശ്ചിമേഷ്യയിൽ ചർച്ചകളെല്ലാം നിലച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുന്നു. ഇനി വെടിനിർത്തൽ നീട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധ്യതയില്ല, ഇനി താൻ ആലോചിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 60 ദിവസമായി ഇറാനുമായി നടന്ന ഒരു ധാരണയുടെ പുറത്താണ് ഇത്തരം കാലം നീണ്ടുപോയിരുന്നത്. ഇനി അത് തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയുണ്ടായിരുന്നു. ഇതിനുശേഷം പൂർണ്ണ ആക്രമണം ആരംഭിക്കുകയാണ് ഞങ്ങളെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിന് പറഞ്ഞതായിട്ടുള്ള വാർത്തകളും ഇതോടൊപ്പം പുറത്തു വരുന്നു. ഏതായാലും ഹോർമുസ് വീണ്ടും സംഘർഷഭരിതമാകുന്നു. എണ്ണവില കൂടുവാനുള്ള സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. US-ന്റെ ഉപരോധങ്ങൾ തകർക്കാൻ തങ്ങൾക്ക് സൈനിക ആക്രമണങ്ങൾ തുടങ്ങിയേ മതിയാകൂ എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഒരു ധാരണാപത്രം ഉണ്ടായിരുന്നു ജൂണിൽ ഒപ്പുവെച്ച് ഇറാനും അമേരിക്കയും ഒക്കെ ആയിട്ടുള്ള ആ ധാരണാപത്രങ്ങളൊക്കെ ഇപ്പോൾ പാടെ മാറി മറിഞ്ഞിരിക്കുന്നത്. ആ ധാരണാപത്രത്തിൽ ഇറാന്റെ ആണവ കാര്യങ്ങളും മറ്റുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി ഹോർമുസ് തുറക്കുക, അടയ്ക്കുക, ഇതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചർച്ച. ഏതായാലും ഈ വെടിനിർത്തൽ ഇനി നീട്ടില്ലെന്ന് പറയുന്ന ട്രംപ് പക്ഷേ ബാക്ക്ഡോർ സംഭാഷണങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇറാൻ സൈനിക മേധാവികളുമായിട്ട് ട്രംപ് ഒരു സംഭാഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ചുക്കാൻ പിടിക്കുന്നത് ഇറാഖി കുർദിഷ് നേതാവുമായി നടത്തുന്ന ഒരു സംഭാഷണമാണ്. അതായത് ഇറാഖിലുള്ള കുർദിഷുകൾ, കാരണം ഇറാഖിൽ അമേരിക്കയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ കുർദിഷുകളുമായി നല്ല ഒരു അടുപ്പത്തിലാണ് ഈ US ഭരണകൂടം എപ്പോഴും. ആ കുർദിഷുകളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരുമായി ഇറാന്റെ സൈനിക നേതൃത്വവുമായി ഒരു ചർച്ച നടക്കുന്നതായിട്ട് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബാക്ക്ഡോർ സംഭാഷണമാണ്. തുളസി ഗബ്ബാർഡൊക്കെയാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.